കാട്ടാന ഭീഷണി ഒഴിയാതെ ഇടുക്കി കോവിൽമല ദിവസങ്ങളായി കാട്ടാന ജനവാസ മേഖലയിൽ തമ്പടിക്കുകയാണ്. കഴിഞ്ഞ ദിവസം മീൻ പിടിക്കാൻ പോയവർക്കാണ് നേരെയാണ് കാട്ടാനയുടെ ആക്രമണം ഉണ്ടായത്. വലയഴിക്കാൻ പോയവരെ കാട്ടാന ഓടിച്ച സംഭവമുണ്ടായി. ഇടുക്കി കോവിൽമല മരുതമൂട് നിവാസികൾക്ക് ഉറക്കം നഷ്ടപ്പെട്ടിട്ട് ആഴ്ചകൾ കഴിഞ്ഞു. വനത്തോട് ചേർന്ന് കിടക്കുന്ന ജനവാസ മേഖലയായ മരുതമൂട് ഭാഗത്ത് കാട്ടാനകൾ തമ്പടിച്ചിരിക്കുന്നതിനാൽ ഗോത്രവിഭാഗക്കാർ രാത്രികാലങ്ങളിൽ ആഴികൂട്ടിയും പടക്കം പൊട്ടിച്ചും ഉറക്കമളച്ചിരിക്കുകയാണ്. മീൻ പിടിക്കാൻ കെട്ടിയ വലയഴിക്കാൻ പോയവരെ കാട്ടാന ഓടിച്ചു. കാട്ടിൽ നിന്ന് കാർഷിക മേഖല ലക്ഷ്യമിട്ട് വരികയായിരുന്നു കാട്ടാനക്കൂട്ടം. രാവിലെ വല നോക്കാൻ വേണ്ടി ഇവിടുന്ന് രാവിലെ ഇറങ്ങിപ്പോയപ്പോൾ പാറച്ചുവട്ടിൽ ഒരു ആന നിൽപ്പുണ്ടായിരുന്നു. പിന്നെ ഞാൻ തിരിച്ച് മണ്ടാക്കൂടെ കയറി കാട്ടിലേക്ക് പോയി. ഇന്ന് രാവിലെ താഴെ കയറി വന്നെന്ന് പറഞ്ഞു. കൊമ്പനാ കയറി വന്നേ. മിനിഞ്ഞാന്ന് ഇവിടെ കയറി വന്നു. ഇവരെല്ലാം കൂടെ പടക്കമൊക്കെ പൊട്ടിക്കുന്നതുകൊണ്ട് മേളിലേക്ക് റോഡിലേക്ക് കയറുന്നില്ല, ഇവിടെ വരെ വരുന്നുണ്ട്. കാട്ടാനകൾ പകൽ സമയത്ത് പോലും ജനവാസ മേഖലയിലെത്തുന്ന അവസ്ഥയിലാണ്. കാട്ടാന ആക്രമണം തടയാൻ വനവകുപ്പ് യാതൊരു നടപടിയും സ്വീകരിക്കുന്നില്ലെന്ന് ആദിവാസി കുടുംബങ്ങൾ കുറ്റപ്പെടുത്തുന്നു. ആന വരുന്നത് രാത്രി എന്നോ പകലെന്നോ ഇല്ലാതെ ആന പറമ്പിൻ്റെ സൈഡിൽ കൂടെ കയറി വരുന്നത്. ഞങ്ങൾ തീയൊക്കെ കത്തിച്ച് രാത്രി 2 മണി 3 മണി രാത്രിക്കൊക്കെ ഞങ്ങളിവിടെ കാവലിരിക്കുക, അയൽവക്കംകാരും ഒക്കെ ആയിട്ട് ഞങ്ങൾ കൂടി കാവലിരുന്ന് ആനയെ ഓടിച്ചു വിടുക. ഒരു ലൈറ്റ് വെട്ടം പോലും ഇവിടില്ല. വെട്ടത്തിനൊക്കെ ഞങ്ങൾ അപേക്ഷ കൊടുത്ത് ഞങ്ങളിവിടെ പരാതി പറഞ്ഞ് എന്നിട്ട് പോലും ഒരു മനുഷ്യനെ ഞങ്ങളെ പരിഹരിക്കുന്ന ഒരു പരിപാടി ഇവിടെ കാണുന്നില്ല. കമ്പി വലിച്ചിട്ടുണ്ട്, ഇത് പോസ്റ്റ് വഴിയല്ല ലൈറ്റ് ഇട്ട് തരാമെന്നും പറഞ്ഞുകൊണ്ട് ഇതുവരെ അതിനൊരു നടപടിയോടല്ല. ഇതാരും അന്വേഷിക്കുന്നുമില്ല, ആരും ഇത് അറിയുന്നുമില്ല. വനത്തിൽ തീറ്റയും വെള്ളവും ഇല്ലാതായതാണ് കാട്ടാനകൾ ജനവാസ മേഖലയിൽ ഇറങ്ങാൻ കാരണം. വന്യമൃഗശല്യം മൂലം കൃഷി ചെയ്യാനോ മീൻ പിടിക്കാനോ കഴിയാതെ ദുരിതത്തിലാണ് കോവിൽമലയിലെ ആദിവാസി കുടുംബങ്ങൾ. ബിനീഷ് ആന്റണി, കേരള വിഷൻ ന്യൂസ്, ഇടുക്കി.